கிளியராக எடுத்தோம்னா இங்கே வந்து பார்க்கறதுக்கு வர மாட்டாங்க. புரிஞ்சுதா? கிளியராக எடுத்தாலே നോക്കാൻ പറ്റില്ല. തിരക്ക് ഉണ്ട് നമ്മുടെ അവിടെ. സ്ഥിരമായിട്ട് എടുത്ത് കാണാൻ പറ്റില്ല. ക്ലിയറായിട്ട് അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ കുറ്റാണെങ്കിലും പറയാൻ വിളിച്ചിട്ടാ പറഞ്ഞത്. ക്ലിയറായി എടുത്ത് കൊടുത്താൽ പിന്നെ വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങും. പിന്നെ ബാബുവേട്ടനെ കാണാൻ പറ്റില്ല. 10 രൂപ അയാൾക്ക് കിട്ടുന്നത് എനിക്ക് കേട് കിട്ടും. ഇംഗ്ലണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇഷ്ടപ്പ കൊറോണ സമയത്ത് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ സിഒയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നുമാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ എത്തിയിരിക്കുന്ന പുതിയ വ്യക്തികളെ പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിലെ പേഴ്സണലിയും ഫിനാൻഷ്യലിയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അതിന് സാധിക്കുന്ന ഒരു ബിസിനസ് പ്രസന്റേഷൻ, അതിനെ കുറിച്ചിട്ട് കേൾക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയും എത്തിച്ചേരാനുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടുന്ന ഈ ഒരു സിഒ പ്രസന്റേഷൻസിലൂടെയാണ് നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയും വേഗം അത് ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രസന്റേഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ സിഒ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് ഷംന മാമിനെയാണ്. മാം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ മാം ഒരു ടീച്ചറാണ്. സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മളിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ ഹാൻഡിൽ ചെയ്യാനുമായിട്ട് ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. Thank you, Sushita ma'am. Thank you so much. Very great introduction and introducing. Thank you so much. Good morning all of you. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഷംന. മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. പ്രൊഫഷണൽ ബൈ ടീച്ചറാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനിപ്പോൾ ചെയ്തു വരുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മളൊരു ലൈഫ് ചേഞ്ച് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ forget the past and think about the future. നിങ്ങളുടെ ഭൂതകാലത്തെ മറക്കാനും ഭാവിയെ കുറിച്ച് ചിന്തിക്കാനും സ്വപ്നം കാണാനും ഒക്കെ നമ്മളെ അനുവദിക്കുന്ന, നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇന്ന് നമ്മളെല്ലാവരും കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കുക. നമുക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം വളരെ അത്യാവശ്യമാണല്ലേ? ആ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമുമായി കണക്ട് ആയത്. 1.5 വർഷമായി ഇന്ന് സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ഇന്നത്തെ വരുമാന നിലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സേവ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് തിരിച്ചറിയേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുമായി കണക്ട് ആക്കിയതും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഞാനും എന്റെ ഫാമിലിയും ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു പ്ലാൻ എന്താണെന്ന് ഞാൻ ചെറിയൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം. സ്ലൈഡ് ഓക്കെ അല്ലേ സുഷിത മാം? സ്ലൈഡ് ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. ഈ ഒരു ഓർഗനൈസേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും സപ്പോർട്ടും എല്ലാം തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു വ്യക്തിയെങ്കിലും അവിടെ ഉണ്ടായിരിക്കുമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നയിക്കാൻ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യുന്ന ഒരു ബിസിനസ് സിസ്റ്റമാണിത്. ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിക്കൊണ്ട് നമ്മളിലേക്കും നമ്മുടെ കൂടെ വരുന്നവരിലേക്കും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? എന്റെ സ്വപ്നം, എനിക്ക് വേറെ
ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമേ അവരുടെ ബാക്കിയുള്ള സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാൻ അത്യാവശ്യത്തിന് ഒരു ക്യാഷ് വേണം, അതുപോലെ സഞ്ചരിക്കാൻ നമുക്ക് സ്വപ്നത്തിലുള്ള ഒരു വാഹനം നമുക്ക് വേണം. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ